അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പ്രവാസത്തിൻ്റെ ചരിത്രവും ഭാവനയും ഭൂപടങ്ങളില്ലാത്ത മനുഷ്യരെക്കുറിച്ചുള്ള ചർച്ചയാണ്. മലയാളികൾക്ക് പ്രവാസം വളരെ സുപരിചിതമായ സംഗതിയാണ്. അത് അനുഭവിച്ചും അറിഞ്ഞും വായിച്ചും ഒക്കെ. ബാബു ഭരദ്വാജിൻ്റെ പെരുങ്കളിയാട്ടമാണ് നമ്മൾ നേരത്തെ വായിച്ച മലയാളത്തിലെ പ്രവാസത്തെക്കുറിച്ചുള്ള രചനകൾ. ആടുജീവിതം വായിച്ചവരാണ് നമ്മൾ. നാട്ടിലുള്ളവൻ നാട്ടുകാരൻ, വീട്ടിലുള്ളവൻ വീട്ടുകാരൻ, കാട്ടിലുള്ളവൻ കാട്ടുകാരൻ, ഗൾഫിലുള്ളവൻ പ്രവാസി എന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന സ്വത്വപ്രതിസന്ധിയെ വളരെ മനോഹരമായി മലയാളത്തിലേക്ക് കൈമാറിയ കുഞ്ഞുണ്ണി മാഷ് വായിച്ചവരാണ്. ഈ മലയാളികൾക്ക് മരുഭൂമിയുടെ ആത്മകഥ സമ്മാനിച്ച, ഏറ്റവും മനോഹരമായ രചന സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് നമ്മോടൊപ്പം ഉള്ളത്. ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രവാസം എന്ന് പറയുന്നത് അതിരുകൾ നിശ്ചയിക്കപ്പെടുന്ന ഗവൺമെന്റുകളുടെ, ഭരണകൂടങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് പ്രവാസം ഉണ്ടാകുന്നത്. എന്തായിരിക്കും മനുഷ്യകുലത്തിൻ്റെ തന്നെ ആദ്യകാലത്തെ പ്രവാസം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും സലാം, സബാൽ ഖൈർ. ഈ പരിപാടിയിൽ ഇങ്ങനെ വരാനും നിങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. പ്രവാസത്തെക്കുറിച്ച് പല തലങ്ങളിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് പ്രവാസം തന്നെയാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ നമ്മൾ പല നാടുകളിൽ, ഗൾഫിലേക്ക് മാത്രമല്ല പല നാടുകളിലേക്ക്, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്ന ഒരു ജനവിഭാഗമാണ് മലയാളികൾ. സാധാരണ തമാശയായിട്ട് ചന്ദ്രനിൽ മലയാളി ചായക്കട നടത്തുന്നുണ്ട് എന്ന് പറയുന്നതിന് ഒരു തമാശയായി പറയാറുണ്ടെങ്കിലും ഒരുപക്ഷെ നാളെ ചന്ദ്രനിലേക്കുള്ള വിനോദസഞ്ചാര വ്യവസായം സജീവമാവുമ്പോൾ അങ്ങനെ ഒരു ചായക്കട നമ്മൾ അവിടെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ സൽമാൻ എന്നോട് ചോദിച്ചത്, എങ്ങനെയാണ് നമ്മൾ ഒരു പഴയ കാലം മുതലേ, വളരെ പ്രാചീനമായ കാലം മുതലേ മനുഷ്യനിൽ പ്രവാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അത് ഈ തരത്തിൽ വളരെ ഡയറക്റ്റ് അല്ല, പക്ഷെ നമ്മൾ ഇന്ന് അത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്ന സമുദായങ്ങൾ കൂടിയാക്കി മാറ്റി എന്ന അർത്ഥം വരുന്ന ഒരു വാചകം നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയെ ഉണ്ടാക്കിയത്, നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കണം, അല്ല ആ സഞ്ചാരത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്തിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു അരുളപ്പാട് ഉണ്ടായിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ തുടക്കം മുതൽ മനുഷ്യൻ ഇങ്ങനെ അന്നവും അഭയവും തേടി നടന്നിട്ടുള്ള, സഞ്ചരിച്ചിട്ടുള്ള ഒരു ജന്തുകൂട്ടത്തിലുള്ള ഒരു വിഭാഗമാണ് എന്ന് നമുക്ക് കാണാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാട്ടുതീ അതായത് ആദ്യകാലത്ത് കാട്ടിൽ മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് കാട്ടുതീ ഉണ്ടാകുമ്പോൾ ആ കാട്ടുതീ എങ്ങനെ അണക്കണമെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ നിന്ന് അവർ കാട്ടുതീ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നത്. കാട്ടുതീ അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ, ഇങ്ങനെ ആ സമയത്ത് കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി പോയാണ് മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടുന്നത്. ഇത് ആന്ത്രപ്പോളജിയിൽ, നരവംശാസ്ത്രത്തിന്റെ ഒരു സാധാരണ ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് മനുഷ്യൻ അതിൻ്റെ ആദ്യ പിറവിയിൽ തന്നെ. ആദം നബിയുടെയും ഹവ്വ ബീവിയുടെയും കഥ എടുത്തു നോക്കിയാൽ തന്നെ നാം ഒരു വലിയ പ്രവാസത്തിന്റെ, ഒരു യാത്രയുടെ കഥയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. അതങ്ങനെ തന്നെയാണ്. കാരണം ഹവ്വ ബീവിയെ കബറടക്കിയ ജിദ്ദ എന്ന നഗരത്തിൽ 13 വർഷം ഞാൻ ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. ആദം നബി അവിടെ നിന്നും വീണ്ടും പോകുന്നു, ശ്രീലങ്കയിൽ പോകുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവസൃഷ്ടിയിലെ രണ്ട് മനുഷ്യർക്ക്
അവർക്ക് സ്വർഗം നഷ്ടപ്പെടുകയും അവർ ഭൂമിയിലേക്ക് വരികയും അവർ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തത് എന്ന ദൃഷ്ടാന്ത കഥയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് തന്നെ മനുഷ്യന്റെ തുടക്കം മുതലേ മനുഷ്യനിൽ പ്രവാസത്തിന്റെ അംശമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് ശാസ്ത്രവും അംഗീകരിക്കുന്ന കാര്യമാണ്. ശാസ്ത്രം നോക്കിയാൽ, പ്രത്യേകിച്ചും ആന്ത്രപ്പോളജി നോക്കിയാൽ, എങ്ങനെയാണ് ഓരോ തടങ്ങളിൽ നിന്നും മനുഷ്യർ മുന്നോട്ട് പോവുകയും കൂടുതൽ സുഖമായി, കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ മനുഷ്യരുടെ വിവിധ മനുഷ്യ വിഭാഗങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രവാസത്തെയും 21-ാം നൂറ്റാണ്ടിലും മലയാളി അടക്കമുള്ള എത്രയോ ലോകത്തുള്ള മനുഷ്യ സമൂഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസങ്ങൾ ആ ആദിമ പ്രവാസത്തിന്റെ തുടർച്ചയായി തന്നെ നമുക്ക് കാണാം. ഈ ആധുനിക പ്രവാസം ശരിക്കും നമ്മൾ ആരംഭിക്കുന്നത് ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും ജനങ്ങൾ ജോലി ആവശ്യാർത്ഥമൊക്കെ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെയുള്ള മനുഷ്യൻ്റെ യാത്രകൾ ആരംഭിക്കണം ലോകത്തെല്ലായിടത്തും. അത് പിന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മാറുന്നു. അതിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ നമ്മൾ ഗൾഫ് ബൂം എന്ന് പറഞ്ഞിട്ട് അതിശക്തമായി ഒന്നായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. ഈ ഒരു പ്രവാസം നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായ സാമൂഹ്യമായ മേഖലയെ എങ്ങനെയൊക്കെയാണ് അത് ബാധിച്ചിട്ടുള്ളത്? ഈ ഒരു ശക്തമായ യാത്ര, നേരത്തെ പറഞ്ഞ ഉരുവുകളിലും അതേപോലെ കപ്പലുകളിലും ഒക്കെയുള്ള ദീർഘമായ യാത്രകൾ നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രവാസം? പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നമുക്കറിയാം, ഇവിടെ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലം മുതലേ നമ്മൾ മലയാളികൾ പുറം നാടുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പുറം നാടുകളിലേക്ക് പോയിട്ടുള്ളത് ഏറെക്കുറെ അടിമകളായിട്ടാണ്. പല തോട്ടം തൊഴിലിന് പോയത് ആദ്യകാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലൊക്കെ പോയതിൻ്റെ റെക്കോർഡ്സ് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അതെല്ലാം ബോണ്ടഡ് ലേബർ, നമ്മൾ വിൽക്കുകയാണ് ഒരാളെ. അന്നത്തെ കാലത്ത് 15 രൂപക്ക് വിൽക്കുകയാണ് ഒരു മനുഷ്യന്. പിന്നീട് ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ അയാൾ ഏത് തോട്ടത്തിലേക്കാണോ അയാൾ വാങ്ങിച്ചു വെച്ചാൽ അവിടെ ജോലി ചെയ്ത് ജീവിക്കണം. അപ്പോൾ അത് നമുക്കറിയാം, ബിനിൽ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് അടിമകളെ കൊണ്ടുപോയത് എന്നത്. അപ്പൊ അങ്ങനെ അടിമകളായി ആരംഭിച്ച ഒരു പ്രവാസ ചരിത്രം നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ആ അടിമകളായി, അടിമ തൊഴിലാളികളായി, ബോണ്ടഡ് ലേബറായിട്ട് ആരംഭിച്ചിട്ടുള്ള നമ്മളുടെ ഈ പ്രവാസം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകളും പിന്നെ മറ്റ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രകാരന്മാർ നമുക്ക് തരുന്ന വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ കാലം മുതൽ ഒരു അടിമകളായി ആരംഭിച്ച് മനുഷ്യരായി മാറി, പിന്നീട് നമ്മൾ ഗൾഫ് പ്രവാസം പോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പൗരന്മാരായി മാറി ഒരു പൗരജീവിതത്തിൻ്റെ ശക്തിയിലേക്കും പൗരജീവിതത്തിൻ്റെ പിന്നെ അതിൻ്റെ ആർജവത്തിലേക്ക് മാറിയ ഒരു ജനതയാണ് മലയാളി എന്ന് പറയുന്നത്. അടിമകളായി ആരംഭിച്ച് പിന്നീട് അടിമ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മനുഷ്യരാവുകയും പിന്നീട് അവർ ഇന്ത്യൻ പൗരന്മാരാവുകയും ആ നാടിൻ്റെ പൗരന്മാരാവുകയും മാറിയ ഒരു ചരിത്രമാണ്. ഇന്ന് UAE പോലെയുള്ള സ്ഥലത്ത് പോകുന്ന ആളുകൾ നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലമാണ് ഗോർഫുഖാൻ. ഈ ഗോർഫുഖാനിലേക്കാണ് 1960കളുടെ ഒടുവിൽ നമ്മളുടെ മലയാളികൾ ആദ്യമായി ഉരുവിലും, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യാത്രാരേഖകളില്ലാത്ത യാത്രയായിരുന്നു. പാസ്പോർട്ടില്ല, വിസയില്ല, അങ്ങനെ പോകുന്ന ചരക്ക് മാത്രം കൊണ്ടുപോകാൻ അനുമതിയുള്ള ഉരു എന്ന് പറഞ്ഞ് നമ്മുടെ ബേപ്പൂരിലാണ് അത്തരം ഉരുക്കൾ ആ കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. അറബ് നാടുകളിലേക്കുള്ള ഉരുക്കൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും ബേപ്പൂരിൽ നമുക്ക് അപൂർവമായ ഉരുക്കൾ ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ അന്ന് യാത്രാരേഖകളൊന്നും ഇല്ലാതെ പോവുകയും ഈ ഗോർഫുഖാനിൽ ഇന്ന് അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അടയാളക്കല്ല് എന്ന് വിളിക്കുന്ന ഒരു കല്ലുണ്ട്. ഒരു പാറയാണ്, കടലിൽ നിൽക്കുന്ന ഒരു പാറയാണ്. ആ പാറക്കരികിൽ കൊണ്ടുപോയി ഈ ആളുകളെ കടലിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് നീന്തി ഈ അടയാളക്കല്ലിൽ പിടിച്ചു കിടന്ന് പിന്നെ അല്പം കൂടി സമയം അങ്ങനെ പിടിച്ചു കിടന്ന് വിശ്രമിച്ച്
പിന്നെ നീന്തിയാണ് ഇവർ ഗോർഫുഖാന്റെ കരയിൽ അന്ന് അണഞ്ഞിരുന്നത്. ഇത് കഥയല്ല, അതാണ് ഈ സെഷൻ ഇവിടെ കഥാബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ജീവിത കഥാപുസ്തകമാണ്. തമിഴിൽ നേർക്കഥ എന്ന് പറയുന്ന യഥാർത്ഥ കഥ, ഇത് കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച. ഇത് ഈ ഗോർഫുഖാനിലേക്ക് മലയാളി നീന്തി കയറി പിന്നീട് UAE പല ഭാഗങ്ങളിൽ എത്തിയ മലയാളിയാണ് വാസ്തവത്തിൽ പിന്നീട് നമ്മൾ 70കളുടെ മധ്യത്തിൽ ഗൾഫ് ബൂം എന്ന് പറയുന്നതിന്റെ തുടക്കക്കാർ. അവരിൽ പലരും അന്ന് കടലിൽ മരിച്ചിട്ടുണ്ട്, കപ്പലിൽ ഉരുവിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. ഉരുവിൽ വെച്ച് മരിച്ചവരെ കബറടക്കുന്നത് കല്ല് കെട്ടി കടലിൽ താഴ്ത്തുകയാണ്. ഇങ്ങനെയുള്ള നമുക്ക് ഇന്ന് നമ്മൾ ഒരുവിധം സുരക്ഷിതമെന്നോ ഒരുവിധം സുഖമായി ജീവിക്കുന്ന ഈ കേരളം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഈ വഴിയിലൂടെ പോയി ഇന്ന സ്ഥലത്തെത്താം, അവിടെ എണ്ണ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞ് കടലിൽ മുങ്ങിപ്പോയ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഈ അഭയാർത്ഥി ജീവിതത്തിൽ കടൽ എപ്പോഴും ഒരു വലിയ ഒരു പ്രതീകമാണ്. നമുക്കറിയാം, ഈ സിറിയൻ കുട്ടി കടലില് ഈ മെഡിറ്ററേനിയൻ കടൽ നീന്തി വന്ന ഒരു കുടുംബത്തിൽ വെച്ച് ആ കുട്ടി മരിച്ച് കടൽ തീരത്ത് കടന്നതിന്റെ വലിയ ഫോട്ടോഗ്രാഫ് ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു വലിയ കടൽപാതയുണ്ട്. ആ കടലിലൂടെ പലതും വന്നിട്ടുണ്ട്. നിങ്ങള് മൺസൂൺ ഇസ്ലാം പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം, സെബാസ്റ്റ്യൻ പ്രാങ്കെ എന്ന് പറയുന്ന ഇവിടെ വന്ന് മലബാറിലെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ പുസ്തകം മൺസൂൺ ഇസ്ലാം, മഴ ഇസ്ലാമിനെ കൊണ്ടുവരുന്നതാണ്. ഈ മഴമേഘങ്ങൾക്കൊപ്പം മഴക്കാറ്റിനൊപ്പം വന്ന കപ്പലുകൾ, പായക്കപ്പലുകൾ എങ്ങനെയാണ് മലബാറിൽ ഇസ്ലാമിന്റെ വ്യാപനത്തെ സഹായിച്ചത് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിൽ സെബാസ്റ്റ്യൻ പ്രാങ്കെ പറയുന്ന ഒരു കാര്യം, ഈ കടലിലൂടെ എന്തൊക്കെ വന്നു എന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹം പറയുന്നത്, ഈ കടലിലൂടെ ഗുഡ്സ് ആൻഡ് ഗോഡ്സ്, ചരക്കുകൾ വന്നു, ദൈവങ്ങൾ വന്നു. അപ്പൊ നമുക്കറിയാം പല മതങ്ങളും ഇന്ന് കേരളത്തിന്റെ മലബാർ തീരത്ത് ശക്തമായിട്ടുള്ള മതങ്ങൾ, അതിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഇസ്ലാമുണ്ട്, അതിനു മുമ്പ് ജുദായിസവും, ഇതെല്ലാം വരുന്നത് ഈ കടൽ വഴിയാണ്. ഇതേ കടലിൽ നമ്മൾ തിരിച്ച് നീന്തുകയാണ്. നമ്മൾ മറ്റൊരു കര ലക്ഷ്യമാക്കി നീന്തിയ മലയാളിയുടെ നീന്തലിന്റെ കഥയാണ് ഈ പ്രവാസത്തിന്റെ യഥാർത്ഥ കഥ. അതിൽ അന്ന് നീന്തിയ എല്ലാവർക്കും കരയിൽ അണയാൻ പറ്റിയില്ല. അവരിൽ എത്രയോ പേര് മരിച്ചു പോയതിന്റെ അനുഭവങ്ങൾ അവരുടെ കൂടെ യാത്ര ചെയ്തവർ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാസം എന്തുകൊണ്ട് നമ്മൾ പ്രവാസികളായി, അന്നും ഇന്നും നമ്മൾ എന്തുകൊണ്ട് പ്രവാസികളായി എന്ന് ചോദിച്ചാൽ അതിന് ഈ സ്ഥലത്ത്, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾക്ക് തൊഴിലില്ലാതെ ആയതിന്റെ, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ പുറത്തെവിടെ ഉണ്ട്, ഓയിൽ കണ്ടെത്തി, എണ്ണ കണ്ടെത്തി എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവാസം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ കടലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അനുഭവം കൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇതേപോലെ സ്വന്തം നാട്ടിൽ, നമ്മുടേതുപോലെയല്ല, സ്വന്തം നാട്ടിൽ ബർമ്മയിൽ, മ്യാൻമർ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കടൽ മാർഗം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും അവസാനിക്കാത്ത ഒരു യാത്രയാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ യാത്ര. അവർ വളരെ പഴഞ്ചനായ ബോട്ടുകളിൽ എങ്ങനെയെങ്കിലും ഒരു മ്യാൻമർ വിട്ട്, കാരണം മ്യാൻമറിലെ സൈനിക ജൂണ്ട, അവിടുത്തെ സൈനിക ഭരണകൂടം ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലം, കൂടുതൽ നല്ല രീതിയിൽ മനുഷ്യരായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കടലിലൂടെ, ശരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന, നമ്മളെ ഭാഗത്തും കടന്നു പോകുന്ന അന്തമാൻ കടൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രക്ഷ തേടി അഭയാർത്ഥികളായി അവർ പോകുന്ന സ്ഥലമാണ്. അപ്പൊ പഴഞ്ചൻ ബോട്ടായിരിക്കും, അതിലെ മണ്ണെണ്ണ ബോട്ടുകളാണ് പലതും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുന്ന ബോട്ടുകളായിരിക്കും. ഇപ്പൊ വേണ്ടത്ര ഇന്ധനമില്ലാതെ നടുക്കടലിൽ ഈ ബോട്ടുകൾ നിശ്ചലമായി കിടക്കും. അങ്ങനെ കടലിൽ പെട്ടുകിടക്കുന്ന ഒരു ജനവിഭാഗമാണ് രോഹിംഗ്യകൾ. ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും നമുക്ക് ആ വാർത്ത കേൾക്കാം. പ്രത്യേകിച്ചും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള കടൽപാതയിലൂടെ അവർ വരുന്നുണ്ട്. അങ്ങനെ വന്ന് നമ്മളുടെ അന്തമാന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ വെച്ച് പിടിക്കപ്പെട്ട, അതായത് ഇവർ ഏതോ ഒരു ആൾതാമസമില്ലാത്ത, നമുക്കറിയാം ലക്ഷദ്വീപിലായാലും അന്തമാനിലായാലും ആൾതാമസമില്ലാത്ത നിരവധി ദ്വീപുകളുണ്ട്. അങ്ങനെയുള്ള ദ്വീപുകളിൽ ചെന്ന് ഇവരുടെ
ബോട്ട് ഈ തകർന്ന്, വളരെ പഴഞ്ചനായ ഈ ബോട്ട് തകർന്ന് ഐലൻഡുകളിലേക്ക് കയറി, ഒന്നും കഴിക്കാനില്ലാതെ, ഭക്ഷണമൊന്നും കഴിക്കാനില്ല. ഇത് 5-8 ബോട്ടുകളാണ്, ഏതാണ്ട് 300ഓളം ആളുകളാണ് ആ സമയത്ത്. ഞാൻ അന്തമാനിൽ അന്ന് പോവുകയാണ്. അന്തമാനിൽ പോകുന്ന സമയത്താണ് ഈ സംഭവം. അപ്പൊ ഇവരെ പിന്നീട് അന്തമാനിലെ ഡിറ്റൻഷൻ സെന്റർ ഉണ്ട്. ഇത്തരത്തിൽ രേഖകളില്ലാതെ വരുന്ന മനുഷ്യരെല്ലായിടത്തും പിടിച്ചിടുന്നത്. ഇപ്പോൾ ജിദ്ദയിലാണെങ്കിൽ തർഹീൽ എന്ന് പറയും, അവിടെയാണ് ആദ്യം പിടിച്ചിടുക. പിന്നെയാണ് അവരെ രേഖകൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നവരെ കയറ്റിവിടുക. അങ്ങനെയുള്ള ഒരു ഡിറ്റൻഷൻ സെന്ററിൽ, പോർട്ട് ബ്ലെയറിലെ ഡിറ്റൻഷൻ സെന്ററിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കിടക്കുന്ന അവരെ പോയി ഞാൻ ആ സമയത്ത് കാണുകയുണ്ടായി. അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ, നിങ്ങൾ എങ്ങനെയാണ് ഈ ആൾതാമസമില്ലാത്ത ഈ ദ്വീപുകളിൽ, അവർ വളരെ ദിവസങ്ങൾ അത്തരം ദ്വീപുകളിൽ കഴിഞ്ഞു. അപ്പൊ അവർ പറയണത്, എങ്ങനെയെങ്കിലും ഒരു ഞണ്ടിനെ പിടിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ഒരു ഞണ്ടിനെ പിടിച്ചിട്ട് അതിനെ എങ്ങനെയെങ്കിലും പിന്നെ ഒരു പാത്രത്തിൽ, അവരുടെ കയ്യിലുള്ള പാത്രത്തിലിട്ട് വേവിച്ച് കഴിച്ച്, അങ്ങനെയൊക്കെ അവർ അതിജീവിക്കാൻ ശ്രമിച്ച് പിന്നീട് അവർ ഈ ഇന്ത്യൻ നേവി അവരെ പിടിക്കുകയാണ്. അവരുടെ തടവിലായി. പിന്നെ എത്രയോ മാസങ്ങൾ അവിടെ കിടന്നിട്ടാണ് അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായി അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കോ അവർക്ക് പോകാൻ കഴിയുക. അപ്പൊ ഇത് നമ്മളുടെ പ്രവാസത്തിൽ നമ്മൾ ഉരുവിൽ പോയതിന് സമാനമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഉരുവിൽ പോയ ആളുകൾക്ക് സ്വന്തം നാടുണ്ട്. അവർ കേരളത്തിൽ നിന്നാണ് പോകുന്നത്, അവർ മലയാളികളാണ്. അവർ ഇനി അവിടെ വെച്ച് പിടിക്കപ്പെട്ടാൽ, മരിച്ചാൽ രക്ഷയില്ല, അവരവിടെ വെച്ച് പിടിക്കപ്പെട്ടു, അവർക്ക് കടലാസുകളില്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ ഒരു നാടുണ്ട്. രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കാരണം ബർമയിലേക്ക് അവർക്ക് പ്രവേശനമില്ല. ഇതാണ് ഈ പ്രവാസങ്ങൾ തമ്മിലുള്ള, മലയാളിയുടെ പ്രവാസങ്ങളും മറ്റ് ഇതര സമൂഹങ്ങളുടെ പ്രവാസങ്ങളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇതിനി മറ്റ് പല സമൂഹങ്ങളെക്കുറിച്ചും സമയമുണ്ടെങ്കിൽ ഞാൻ ഈ സെഷനിൽ സംസാരിക്കാം. ഇത് റോഹിംഗ്യൻ അഭയാർത്ഥികള് അടക്കമുള്ള ലോകത്തിലെ അഭയാർത്ഥികള് ഇനി ആ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാത്ത ഒരു യാത്രയാണ്. ഫലസ്തീനിൽ നമ്മൾ കാണാം, അഭയാർത്ഥികൾ ഇനി മടക്കമില്ലാത്ത വിധത്തിലുള്ള ഒരു യാത്രയാണ്. കേരളത്തിലെ ഈ പുതിയ കാലത്തെ കേരളത്തിലെ പ്രവാസം, കാനഡയിലോ അല്ലെങ്കിൽ UK എവിടെയെങ്കിലുമൊക്കെ പോയി ലൈഫ് സെറ്റ് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് വരാത്ത വിധം അവര് അവിടെ സെറ്റിൽ ആവുകയാണ്. അപ്പൊ ഈ രണ്ടും സ്വന്തം നാട്ടിൽ നിന്ന് ഉള്ള യാത്രയാണല്ലോ. ഇത് രണ്ടും തമ്മിൽ എന്താണ് ഉള്ള ഒരു വ്യത്യാസം? രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒന്ന്, പലസ്തീനികളെ സംബന്ധിച്ച് നമുക്കറിയാം, പലസ്തീനികൾ ഇന്ന് ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ പലസ്തീനികൾ എടുക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചെതറിക്കിടക്കുന്നവരാണ് പലസ്തീനികൾ. നമ്മുടെ നാട്ടിൽ അടുത്ത കാലം വരെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനായി പലസ്തീൻ വിദ്യാർത്ഥികൾ വരാറുണ്ടായിരുന്നു. ഇറാനിൽ നിന്നും പലസ്തീനിൽ നിന്നും പഠിക്കാൻ വിദ്യാർത്ഥികൾ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും വരാറുണ്ടായിരുന്നു. ഇപ്പൊ അത് നിന്നു ഈ യുദ്ധ അന്തരീക്ഷത്തിൽ. ഇപ്പൊ പലസ്തീനികളെ സംബന്ധിച്ച് 1960-കൾ മുതൽ അല്ലെങ്കിൽ 48-ൽ ആരംഭിച്ച ഒരു സംഗതിയാണ് ഈ അവരുടെ പ്രവാസം എന്ന് പറയുന്നത്. അവർ അന്ന് അതിന്റെ തുടക്കത്തിൽ അവർ വിചാരിച്ചത്, തൽക്കാലം ഇസ്രായേൽ തങ്ങളെ ദ്രോഹിക്കുകയാണ്, കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് വരാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച് നാട് വിട്ടു പോയവരാണ് അവർ പലരും. കാരണം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. അതിന്റെ ഏറ്റവും അവരുടെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇൻ സെർച്ച് ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന, ഫാത്തിമയെ തേടി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ഫാത്തിമയെ തേടി എന്ന് പറയുന്ന പുസ്തകം പലസ്തീനിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ അവരുടെ കഥയാണ്. അവർ യഥാർത്ഥ കഥയാണ്. അതിലെ മകൾ എഴുതുന്ന അവരുടെ ആത്മകഥയാണ്, അവരുടെ ജീവിത കഥയാണത്. അതെന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം അവരുടെ അച്ഛൻ, വാപ്പ പറയാണ്, നമുക്കിവിടെ കുറച്ച് ദിവസം ഇവിടെ യുദ്ധം, അപ്പോൾ യുദ്ധം തുടങ്ങി, ഇസ്രായേലിന്റെ ആദ്യത്തെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്, കുറച്ച് ബോംബിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മളൊന്ന് ജോർദാനിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കുക, ഇത് കഴിയും, ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കഴിയും, അപ്പൊ നമുക്ക് തിരിച്ചു വരാം എന്ന് പറയാം. അപ്പൊ ആ വീട്ടിലെ വേലക്കാരിയാണ്, വീട്ടിലെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഈ ഫാത്തിമ. ഈ ഫാത്തിമയോട് ഈ കുടുംബനാഥൻ പറയാണ്, ഈ വീട് നീ നോക്കണം കേട്ടോ, എല്ലാ ദിവസവും ഒന്ന് അടിച്ചുവരിടണം, ഈ ബോംബൊക്കെ ഇപ്പൊ കഴിയും, ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വരും, വീട് നീ ശ്രദ്ധിക്കണം, വീട് നീ നോക്കണം എന്ന് പറയാണ്. അപ്പോ തൊട്ട് മുമ്പ് ഈ ഫാത്തിമ കുറച്ച് ഈ വീട്ടിലുള്ള ആളുകളുടെ വസ്ത്രങ്ങൾ അലക്കിയിട്ട് ഉണങ്ങാനിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, അത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, ഈറനുണ്ട്, കുറച്ച് വെള്ളം അപ്പോഴും ഉണ്ട്. എന്നാൽ ഇവർ പോവുമല്ലോ എന്ന് വിചാരിച്ച് ഫാത്തിമ തിരക്കിട്ടിട്ട് ഇത് ഈ അയലുമെന്ന് എടുത്തിട്ട് ഇത് ഞാൻ മടക്കി വെക്കാം, ഇതും കൂടി കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ വാപ്പ പറയാം അതിൻ്റെ ആവശ്യമില്ല, അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോട്ടെ, ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും. പിന്നീട് ഒരിക്കലും ആ കുടുംബത്തിന് അങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അതാണ് പലസ്തീനി അഭയാർത്ഥി ജീവിതത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ ഇൻ സെർച്ച് ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് ആ പുസ്തകം എഴുതിയ, അതായത് ആ കുടുംബത്തിലെ ആ പെൺകുട്ടി പിന്നീട് അവർ വളർന്നു വലുതായി അവർ അമേരിക്കൻ യൂറോപ്പിലെ ജീവിതത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു യൂറോപ്യൻ ആയ ഒരു പുരുഷനെ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. പക്ഷെ അവർ തമ്മിലുള്ള സാംസ്കാരിക സംഘർഷം മൂലം ആ ബന്ധം പിരിയാണ്. ആ ബന്ധം പിരിയുന്ന സമയത്ത് ഇവർ ആലോചിക്കുകയാണ്, അവരുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഈ ഫാത്തിമ കടന്നു വരികയാണ്. അപ്പോൾ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടാവുമോ? ഫാത്തിമയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അന്നത്തെ ഞങ്ങളുടെ വീട് അവിടെ ഉണ്ടാവുമോ? അന്ന് അയലിൽ വസ്ത്രങ്ങൾക്ക് എന്താ? ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഈ പുസ്തകം എഴുതിയ, പെട്ടെന്ന് എനിക്ക് അവരുടെ പേര് കിട്ടുന്നില്ല, ഈ ഇൻ സെർച്ച് ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവര് അവസാനം ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് പലസ്തീനിൽ പോയിക്കൂടാ എന്നാലോചിക്കുക. അപ്പോഴേക്കും ഇവരുടെ പലസ്തീൻ പൗരത്വം പോയി, ഇവർ യൂറോപ്പിലെ കനേഡിയൻ പാസ്പോർട്ടാണ് ഇവരുടെ കയ്യിലുള്ളത്. അങ്ങനെ അവർ സ്വന്തം വീട് കാണാൻ, സ്വന്തം നാട് കാണാൻ, തൻ്റെ കുട്ടിക്കാലത്ത് താൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന അവരെ കാണാൻ വേണ്ടിയിട്ട് പലസ്തീനിലേക്ക് പോവാണ്. പലസ്തീനിലേക്ക് ഇവരെങ്ങനെയാണ് പോകുന്നത്? അവർ പലസ്തീൻകാരിയാണ്, പക്ഷെ അവർ പലസ്തീനിലേക്ക് പോകുന്നത് ടൂറിസ്റ്റ് ആയിട്ടാണ്. ടൂറിസ്റ്റ് വിസ എടുത്ത് സ്വന്തം നാട് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇവര് ആ വീട്, സ്വന്തം വീട് അവർ കണ്ടെത്തുന്നുണ്ട്. ജെറുസലേമിലാണ് ആ വീട് കണ്ടെത്തി. ആ വീട് ഇപ്പോൾ ഓൾറെഡി ഒരു ജൂത കുടുംബത്തിന്റെ കയ്യിലാണ്. അപ്പൊ അവിടെ അവർ ചെന്ന് പറയാണ്, ബെല്ലടിക്കുമ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ വരും. അപ്പൊ ആ സ്ത്രീയോട് അവർ പറയും, ഞങ്ങളായിരുന്നു ഈ വീട്ടിൽ താമസിച്ചത്, സത്യത്തിൽ ഇത് ഞങ്ങളെ വീടാണ്, ഞാൻ ഈ വീടൊന്ന് കണ്ടോട്ടെ, ഞാൻ എൻ്റെ ഉമ്മയും വാപ്പയും ഫാത്തിമയും എൻ്റെ സഹോദരങ്ങളും ഞങ്ങൾ ചിരിച്ച് കളിച്ചിരുന്ന ഈ വീടാണ്. ഈ അടുക്കള ഭാഗത്ത് ഒരു അമ്മ ഉണ്ടായിരുന്നു, ആ അമ്മ ഇപ്പോൾ അവിടെ ഉണ്ടോ, എനിക്കതൊന്ന് കാണണം എന്ന് പറയാണ്. അപ്പൊ തന്നെ ഈ സ്ത്രീ ഈ വാതിലടച്ച് മകനെ വിളിക്കുകയാണ്. ഇവിടെ ഒരു അറബി സ്ത്രീ വന്നിട്ട് ഇത് അവരെ വീടാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ കാണുന്നത് ഇസ്രായേലി പോലീസിന്റെ വാനാണ്. ആ വാനിൽ ഇവരെ അവിടുന്ന് റിമൂവ് ചെയ്യാണ്. അപ്പൊ അവർ പറയുന്നത് ഇതിന്റെ വീടാണെന്നൊക്കെ അവർ പറയും. ഇതൊക്കെ നിന്റെ വീടൊക്കെ ആയിരുന്നിരിക്കും ഒരു കാലത്ത്, ഇതിപ്പോൾ നിന്റെ വീടൊന്നുമല്ല, അതൊക്കെ കൊടുത്തു കഴിഞ്ഞു, അതിനൊക്കെ വേറെ അവകാശികളുണ്ട് എന്ന് പറയുന്നത്. അതാണ് പലസ്തീനി അഭയാർത്ഥിത്വം എന്ന് പറയുന്നത്, നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒരു സംഗതി. അങ്ങനെ ഈ പുസ്തകം എഴുതിയ ഈ എഴുത്തുകാരി അവര് ജെറുസലേമിന്റെ പല തെരുവുകളിലൂടെയും അലഞ്ഞ് നടന്ന് ഈ പച്ചക്കറികൾ റോട്ടിൽ വെച്ച് വെക്കുന്ന ഒരു സ്ഥലത്തെത്തും. അപ്പൊ അവിടെ ഒരു സ്ത്രീ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഇവര് കുറച്ചു നേരം ഒരു അല്പം അകലെ നിന്ന് അവരെ നോക്കും. അപ്പൊ ആ മുഖം ഇങ്ങനെ നോക്കും, ഇത് ഫാത്തിമയല്ലേ എന്ന് അവർക്ക് തോന്നും. അപ്പൊ ഇവര് ചെന്ന് ചോദിക്കും, നിങ്ങൾ ഫാത്തിമയല്ലേ എന്ന് ചോദിക്കും അങ്ങോട്ട്. അപ്പൊ ഈ പെൺകുട്ടി ഇവര് വളർന്നു, ഇവളുടെ ശബ്ദമൊക്കെ മാറി. പക്ഷെ പെട്ടെന്ന് എണീറ്റിട്ട് നീ ഇന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ച് ഫാത്തിമ അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഫാത്തിമ പറയുന്നത്. എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളെ വീട് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ വീട് ഒക്കെ ഇവിടുത്തെ ഇസ്രായേൽ സർക്കാർ എടുത്തു, അതിനോടൊരു ജൂത കുടുംബത്തിന് അവർ കൊടുത്തു. അതിന്റെ രേഖകളൊന്നുമില്ല, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഫാത്തിമ ആ സ്ട്രീറ്റിൽ നിന്ന്, തെരുവിൽ നിന്ന് കരയുന്ന രംഗം നമുക്ക് ആ പുസ്തകത്തിൽ കാണാം. അത് നമുക്ക് പരിചിതമല്ലാത്ത അഭയാർത്ഥിത്വമാണ്, അത് നമുക്ക് പരിചിതമല്ലാത്ത, മലയാളിക്ക് പരിചിതമല്ലാത്ത പ്രവാസമാണ്. ഇപ്പോൾ കുട്ടികൾ, പുതിയ തലമുറയിലുള്ള ആളുകൾ പഠിക്കാനും തൊഴിലിനും രണ്ടിനും കൂടി, അല്ലെങ്കിൽ പഠിക്കുകയും തൊഴിലും ചേർന്ന് ഒന്നിച്ച് കേരളം വിട്ടു പോവുകയാണ്. അവരെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അവർ മിക്കവാറും ആളുകൾ ഞങ്ങൾ കഴിയുമെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. കാരണം കേരളം ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ കൊണ്ട് നിക്കക്കള്ളിയില്ല, ശല്യമാണ് ഇവര് എന്ന് പറയുന്ന, അതായത് നമ്മളെ വീട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രഷർ കൂട്ടുന്നത് എൻ്റെ വാപ്പയുമ്മയാണ് എന്ന് പറയുന്നതിലേക്ക് മാറിയ വിപണിയുടെ പലതരം പ്രലോഭനങ്ങളിൽ കൂടി അതും കൂടി ഉള്ള ഒരു മൈഗ്രേഷന്റെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കതിനെ തടയാൻ കഴിയില്ല, അവർ പോവുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള ആളുകളെയും നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞവരൊന്നും ഇവിടെ നിന്നിട്ടില്ല, പോയിട്ടേ ഉള്ളൂ. അത് ഗൾഫിലേക്കാകാം, യൂറോപ്പിലേക്കാകാം, അമേരിക്കയിലേക്കാകാം, ആഫ്രിക്ക
ആഫ്രിക്കയിലേക്കാകാം, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാകാം, നമ്മൾ എല്ലായിടത്തേക്കും പോയതുകൊണ്ട് പുതിയ തലമുറയോട് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ സർക്കാർ പറയുന്നത് ഇവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നാണ്. അത് അവർ ചെയ്യുമോ? ആ സർക്കാരിനെ ഈ പുതിയ തലമുറ വിശ്വസിക്കുമോ? ഈ സർക്കാർ എന്നുള്ളതല്ല, ഇവിടെ മാറി മാറി വന്ന സർക്കാരുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ തലമുറയ്ക്ക് അവരെ വിശ്വസിക്കാനുള്ള അതിനൊരു ഗ്യാരണ്ടി നൽകാൻ ഇവിടെ നമുക്ക് കഴിയുമോ എന്നുള്ള പ്രധാന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഈ പുറത്തേക്കുള്ള ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കും. അത് പലതരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് നോക്കേണ്ട പ്രവാസത്തിന്റെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെല്ലാം പ്രായമായ ആളുകൾ അവശേഷിക്കുന്നു എന്നുള്ള. ഈ പ്രായമായവരെ ആര് നോക്കും? ഈ പ്രായമായവരെ നോക്കാൻ ഇവിടെ ബാക്കിയായ സമൂഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടോ? ഇവിടുത്തെ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ? യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്. വയസ്സായ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു 65 വയസ്സായി, അയാൾ ജോലിയൊക്കെ അവസാനിപ്പിച്ചു, റിട്ടയർ ചെയ്തു. അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത സോഷ്യൽ വെൽഫെയർ സെന്റർ ഉണ്ടാവും. അവിടെ പോയിട്ട് എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ജോലിയാണ് ചെയ്തത്, ഇതാണ് എൻ്റെ ID കാർഡ് എന്ന് കാണിച്ചിട്ട്, എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളോ ഭാര്യയൊന്നുമില്ല എന്നെ നോക്കാൻ, ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ ഞാൻ ഇന്ന അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, എനിക്ക് പടി കയറാനും ഇറങ്ങാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നോക്കണം, നിങ്ങളുടെ മേൽനോട്ടത്തിലേക്ക് മാറാൻ ഞാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതി കൊടുത്താൽ പിന്നെ അയാളെ നോക്കുന്നത് സ്റ്റേറ്റാണ്. അതാണ് നമ്മൾ പറയുന്ന ഈ വൃദ്ധസദനം എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നേടിയിട്ടുള്ള കണ്ടെത്തിയുടെ മരുന്നുകളുണ്ട്, ചികിത്സകളുണ്ട്, ആശുപത്രികളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് പണ്ട് 52 വയസ്സിൽ, അതായത് 60 വയസ്സിന് താഴെ മരിച്ചു പോവുക എന്നുള്ളത് മാറി അത് 70ആയി, 80ആയി, 90ആയി, 100ലേക്ക് പോലും കടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ വാർദ്ധക്യത്തിലുള്ള എത്തിയ മനുഷ്യരുടെ ഉത്തരവാദിത്തം ആരിൽ നിക്ഷേപിച്ചാണ് ഈ പുതിയ തലമുറ ഇവിടെ നിന്ന് പോകുന്നത് എന്ന ചോദ്യം നമുക്ക് അവരോട് ചോദിച്ചേ പറ്റുള്ളൂ. അതിന് അവരെ നോക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ റിമോട്ടായിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഇവരാര് നോക്കും? ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ ഇവരൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവർക്ക് അല്പനേരം വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് കേണലിന് ആരും വിളിക്കുന്നില്ല എന്ന് പറയുന്ന നോവലുണ്ട്. ഒരു കേണലാണ്. ഈ കേണല് അയാളുടെ പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പെൻഷൻ കിട്ടും എന്ന് വിചാരിച്ച് നിന്നിട്ട് പെൻഷൻ വരുന്നില്ല. അപ്പൊ ഈ ഫോൺ കോൾ പ്രതീക്ഷിക്കുക, ഈ പെൻഷന്റെ, അല്ലെങ്കിൽ നിങ്ങളെ പെൻഷൻ ശരിയായിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ദിവസം വന്നാൽ ആ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നെ ഫോൺ ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് ഈ ഫോണിന് അരികിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്കതിൽ കാണാം. അതുപോലെ മക്കളോ പേരക്കുട്ടികളോ വിളിക്കുമോ എന്ന് വിചാരിച്ച് മൊബൈൽ ഫോണും വെച്ച് ഇരിക്കുന്ന നിരവധി മാതാപിതാക്കളുള്ള ഒരു സ്ഥലമായി കേരളം ഇപ്പം മാറിയിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മൂല്യത്തകർച്ച സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. ബൗദ്ധികമായ ചോർച്ച സംഭവിക്കും. ഇതൊക്കെ ഓൾറെഡി സംഭവിച്ച സംഗതി തന്നെയാണ്. അതിന്റെ ആഴം ഇനിയും കൂടും എന്നാണ് ഇപ്പോഴത്തെ പ്രവാസം നമ്മെ സൂചിപ്പിക്കുന്നത്. അതേപോലെ പിന്നെ നേരത്തെ സാറ് പറഞ്ഞ ഈ അഭയാർത്ഥികൾ, നമ്മൾക്ക് പരിചിതമല്ലാത്ത ഫലസ്തീൻ അഭയാർത്ഥികളുടെ ഒരു കഥ സാറ് സൂചിപ്പിക്കണ്ടല്ലോ. ഈ അഭയാർത്ഥികൾ നമ്മൾ എത്ര പരിഷ്കൃതരായിട്ടും മനുഷ്യർ വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികമായും ഒക്കെ മുന്നിലുള്ള ആളുകളായിട്ടും അഭയാർത്ഥികൾ ലോകത്ത് ഇല്ലാതെയാവുന്നില്ല, അത് കുറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത. എന്താണ്, ആരാണ് ഈ അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. അഭയാർത്ഥികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഭരണകൂടത്തിനകത്ത് നിലവിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണ് ശരിക്കും അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത്? അഭയാർത്ഥികളെ എപ്പോഴും സൃഷ്ടിക്കുന്നത് ഭരണകൂടങ്ങൾ തന്നെയാണ്. ഭരണകൂടങ്ങളാണ് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത്. കാരണം ഒരു ഭരണകൂടത്തിന്റെ, ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എങ്ങനെ അഭയാർത്ഥികളായി എന്ന് ചോദിച്ചാൽ ബർമയിലെ, അതായത് മ്യാൻമർ സർക്കാരിന്റെ നിലപാടുകളാണ്, അവിടുത്തെ സൈനിക സർക്കാരിന്റെ നിലപാടുകളാണ് അവരെ ഇത്തരം ഈ അഭയാർത്ഥികളാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഒരു അഭയാർത്ഥികളുടെ ഒരു ലോകക്രമം രൂപപ്പെടുന്നത് നമുക്ക് കാണാം. അഭയാർത്ഥികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് ഇറാനിലെ യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ ഈ ഇറാൻ യുദ്ധം അവസാനിക്കുന്നില്ല. അത് അടുത്ത ദിവസം വീണ്ടും യുദ്ധം വരിക തന്നെയാണ്.
അപ്പൊ ഹോർമൂസ് അടക്കുന്നു. ഇപ്പം സാധാരണ എല്ലാവരും അന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമൂസ് തുറന്നു കിടക്കായിരുന്നു, യുദ്ധം തുടങ്ങിയപ്പോൾ ഹോർമൂസ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ ഹോർമൂസ് തുറക്കുക എന്നുള്ളതായി ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട പണി. ഇത് തുറക്കുക, ഇത് അടക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ലോകം മാറുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അതും പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ, അവരിതിലില്ലല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൾഫ് നാടുകളിലുള്ള അമേരിക്കൻ ബേസിൽ നിന്നാണ്, അവിടുത്തെ റഡാറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഇറാനിന്റെ ഈ ഖംനൈ അടക്കമുള്ള ആളുകൾ അവർ കൊന്നിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമാണ്. ഇത് സൈനികമായ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ ബേസുകൾ, ഗൾഫിലുള്ള അമേരിക്കൻ ബേസുകൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു പക്ഷേ നമ്മൾ ഇന്ന് അഭയാർത്ഥികളുടെ ഒരു ലോകക്രമത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ പശ്ചിമേഷ്യ എന്ന് വിളിക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ്. അത് പലസ്തീനായാലും സിറിയ ആയാലും ഇറാനായാലും ഇറാഖായാലും ഈ ഒരു നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്ന, പശ്ചിമേഷ്യ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ രൂപം കൊള്ളുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നത് ഒരുപക്ഷെ അത് പലർക്കും പറയുന്നത് ഇഷ്ടമാകണമെന്നില്ല. പക്ഷെ ഈ രാജ്യങ്ങളുടെ അമേരിക്കൻ ദാസ്യമാണ്, അമേരിക്കയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് അവിടെയുള്ള എണ്ണ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും, സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ പിന്തുണ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇസ്രായേൽ അവർക്ക് പോരാ. ആ ഇസ്രായേൽ ദിനം പ്രതി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേലാണ് അവരുടെ മനസ്സിലുള്ളത്. അതായത് എക്സ്റ്റൻഡഡ് ഇസ്രായേൽ എന്ന് പറയുന്നതാണ്. പണ്ട് നമ്മൾ ഈ അതിർത്തി തർക്കങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, ഒരു കൈക്കോട്ട് കൊണ്ട് കൊത്തിയിട്ട് മണ്ണ് ഇപ്പുറം കടത്തിയിട്ട് ആ ഒരു ഇഞ്ച് മണ്ണ് പിടിക്കുക, അങ്ങനെ കൊത്തി ഒരു സെന്റ് സ്ഥലം പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ടെറിട്ടറികളെ മുഴുവൻ മറികടന്ന് ഖാൻ യൂനിസ് പോലെയുള്ള സ്ഥലം അത് കൊത്തി പിടിക്കുകയാണ്. ഇപ്പൊ ഇത് മാറി ബോംബ് ചെയ്ത് ഗാസ പോലെ ഒരു സ്ഥലത്ത്, ഇപ്പം നമുക്കറിയാം, മലയാളിയായ ഡോക്ടർ സന്തോഷ് കുമാർ SS എന്ന് പറയുന്ന അദ്ദേഹം ഗാസയിൽ പോയി 11 മാസം ഈ രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം എല്ലിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആകാശം എന്ന് പറയുന്ന ഈ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോട്ടോഗ്രാഫുകളും അതിനുള്ള അടിക്കുറിപ്പുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ മൊബൈൽ ക്യാമറയിൽ അദ്ദേഹം എടുത്ത ഫോട്ടോകളാണ്. അപ്പൊ ആ ഫോട്ടോ എന്തിനു വേണ്ടി എടുത്തു എന്ന് ചോദിച്ചാൽ ഗാസയുടെ യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വെറുതെ തമാശക്ക്, നമുക്കുണ്ടല്ലോ ബൈക്കിൽ ഒരാൾ ഇടിച്ചടക്കുമ്പോൾ ഈ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടി, അതല്ല അത്. ഒരു രോഗി, ആ രോഗികളെ, ഇത്രയധികം രോഗികളെ ട്രീറ്റ് ചെയ്ത്, കുടിക്കാൻ വെള്ളം പോലും ഇല്ല, ശുദ്ധജലമില്ലാത്തൊരു സ്ഥലമായിട്ട് ഗാസ മാറി. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ജനതയെ മാറ്റുന്നത്? അങ്ങനെ ആ ജനതയെ മാറ്റുമ്പോൾ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള സമീപനം എന്താണ്, അമേരിക്കയോടുള്ള ഒരു സമീപനം എന്താണ്? അത് നമ്മൾ വളരെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എണ്ണ കണ്ടുപിടിച്ച 1930-കൾ 1940-കൾ മുതൽ അമേരിക്കയും യൂറോപ്പും എങ്ങനെയാണ് നമ്മളീ പറയുന്ന, നമ്മളൊക്കെ ജോലി തേടിപ്പോയ ഈ ഗൾഫ് രാജ്യങ്ങളുടെ അവരുടെ ഓയിൽ കോളനിയായി നിലനിർത്തുന്നത്. അപ്പൊ ആ പ്രശ്നം ഒരിക്കലും ഈ ഓയിൽ അവരുടെ ആണല്ലോ, അതായത് അറബ് രാജ്യങ്ങളുടെ സാധനത്തിന്റെ മുകളിലുള്ള അതിന്റെ വില നിശ്ചയിക്കുന്ന കാര്യം, അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്കൻ ഇസ്രായേലി ലോബിയുടെ കയ്യിൽ വന്നത്? ഈ സംഭവത്തിന്റെ പിറകിൽ മുമ്പ് അമേരിക്കയുടെ കൂടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗാസയിൽ 22,000 കുഞ്ഞുങ്ങളെ മാത്രം കൊന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 88,000-ഓളം ആളുകൾ, ഏതാണ്ട് 100,000-ലേക്ക് അടുക്കുകയാണ് ഗാസയിൽ കൊല്ലപ്പെട്ട മനുഷ്യർ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ. ഈ യാഥാർത്ഥ്യം നമ്മൾ ഒരു സംസ്കൃത ജനതയാണ്, വളരെ മുന്നോട്ട് പോയൊരു ജനതയാണെന്ന് മനസ്സിലാക്കി ഇത്രയും കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ ചവിട്ടി നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള പിന്തുണ. ഇറാഖിലൊക്കെ നമ്മൾ കണ്ടതാണ്, എല്ലാവരും ഇറാഖിനെതിരായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയ ഒരു കാഴ്ചപ്പാട് യൂറോപ്പിൽ രൂപപ്പെടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അറബ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ എണ്ണയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ഇപ്പം ഇവിടെ യുദ്ധം തുടങ്ങിയ സമയത്ത് പലസ്തീനിൽ ഇത് നടക്കുന്നു. ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്ത്
ഇവിടെ അത് ഏതോ അന്യ നാട്ടിൽ നടക്കുന്ന യുദ്ധമല്ല, അത് നടന്നോട്ടെ, നമുക്കെന്താ പ്രശ്നമാണ്. ഗ്യാസ് കിട്ടാതായി, കുക്കിംഗ് ഗ്യാസ് കിട്ടാതായി, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാതായി. അപ്പോൾ ആളുകൾക്ക് തോന്നി അല്ലല്ലോ ഇത് നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നടക്കുന്ന ഒരു കാര്യം നമ്മളെ ബാധിക്കില്ല, ഇത് അവരെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് കരുതരുത്. ലോകം അത്രയും ചുരുങ്ങിയിരിക്കുന്നു, പഴയ ലോകമല്ല, ലോകം അത്രയും ചുരുങ്ങിയിരിക്കുന്നു. ലോകത്തിനും അങ്ങനെ പരസ്പര ആശ്രിതത്തോടുകൂടി പരസ്പരം നമ്മൾ പറയല്ലോ, തൊട്ട അയൽപ്പക്കക്കാരനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ലോകമാണ്. ആ ലോകത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മനുഷ്യർ കൂടുതൽ അടുക്കാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് ഓയിലിനെ മുൻനിർത്തി നടത്തുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അത് ഇന്നല്ല, വളരെ കാലങ്ങളായിട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അതിനകത്ത് അറബ് രാജ്യങ്ങൾക്ക് ഒരു യഥാർത്ഥ രാഷ്ട്രീയ നിലപാടില്ലാതിരിക്കുന്നു. ആ നിലപാടില്ലാതെ അവർ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. സാർ പറഞ്ഞല്ലോ, ഭരണകൂടമാണ് പിന്നെ ഈ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ വന്നാൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. അപ്പൊ ആരാണ് പൗരൻ? നിങ്ങൾ പൗരനാണോ? നിങ്ങളുടെ കയ്യിൽ പൗരത്വത്തിന് എന്ത് രേഖയാണുള്ളത്? ഏത് രേഖയാണ് പൗരത്വത്തിന് പറ്റുന്ന രേഖ? അപ്പൊ നമ്മൾ പൗരനല്ല, നമ്മൾ അപരനാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അകത്താണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഭയപ്പെടുകയാണ്, അടുത്ത ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും അഭയാർത്ഥികൾ ഉണ്ടാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടോ? എന്താ സാറിന്റെ അഭിപ്രായം? അല്ല, ഇത് ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്കറിയാം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പത്രാധിപർക്ക് അയാളുടെ പാസ്പോർട്ട് പുതുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ആർ രാജഗോപാൽ എന്ന് പറയുന്ന ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രത്തിൽ ദീർഘകാലം എഡിറ്റർ ആയിരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് അമേരിക്കയിൽ പോകാൻ വേണ്ടി പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തപ്പോൾ പാസ്പോർട്ട് പുതുക്കി കിട്ടിയില്ല. അതൊരു മകളേ ഉള്ളൂ, ഒരു മകനുമാണുള്ളതെന്ന് തോന്നുന്നു. സ്വന്തം മകളുടെ വിവാഹത്തിന് ഒരു ഇന്ത്യൻ പൗരന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ആളുകൾ പിന്നീട് അതിനൊരു ട്രോള് വന്നത്. ഇപ്പൊ നമ്മളൊരാൾ മരിച്ചു, മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ഈ മരണ സർട്ടിഫിക്കറ്റ് ഒരു രേഖയല്ല, അത് ഈ ലോകത്ത് നിന്ന് അടുത്ത ലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ട്രാവൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ എത്തുക. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആസാം പോലെയുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഈ SIRൽ പുറത്താക്കപ്പെട്ട ആളുകൾ. ഇപ്പൊ ബംഗാളിൽ തന്നെ 20 ലക്ഷത്തോളം ആളുകൾ പുറത്താണ്. ഇവര് വോട്ടർ പട്ടികയിലില്ല, അവര് മറ്റ് രേഖകളിൽ അവരുണ്ടോ, ഇവർ ഇന്ത്യൻ പൗരന്മാരാണോ എന്നെങ്ങനെ ഉറപ്പിക്കും എന്നറിയില്ല. കാരണം ഒരാളുടെ മാത്രം കേസ് സമീപകാലത്ത് പത്രങ്ങളിൽ വന്നിരുന്നു. അയാൾ ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന 16 രേഖകൾ കോടതിയിൽ കൊടുത്തു. കോടതി പറഞ്ഞു ഈ രേഖകളൊന്നും അതിന് തെളിവല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ പൗരനാണെന്ന് തെളിയിക്കുക? ഇവിടെയാണ് ഒരാൾ പൗരനല്ലാതെ ആകുന്നതോടുകൂടി അയാൾ അഭയാർത്ഥിയാകുന്നത്, റെഫ്യൂജി ആകുന്നത്. ഈ ഒരു വളരെ നേരിയ ഒരു വരമ്പിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം, ഇൻ കോട്സ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്ന ആ സംഗതി ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒരു രേഖ എഴുതി പൂരിപ്പിച്ച് കൊടുത്തു. നിങ്ങൾ SIRൽ എല്ലാവരും പേടിച്ച് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നും മറ്റേ ഇതിന്റെ ആള് വരുമ്പോൾ കൊടുക്കേണ്ട രേഖ ഉണ്ടാക്കി അത് കൊടുത്തു. അത് കൊടുത്തതിന്റെ പിറ്റേ ദിവസം വേറൊരു രേഖ ചോദിക്കുകയാണ്, നിങ്ങൾ മറ്റേതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ചോദിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ സെൻസസിന്റെ കടലാസ് വരികയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണോ? ഇവരിങ്ങനെ ഡെയിലി നമ്മളോട് രേഖ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥ നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ട്. കേരളം കുറച്ചു നാൾ മുമ്പ് ഞങ്ങൾ ഇതിനൊന്നും അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ ഭരണഘടനയെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് അനുസരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ആളുകൾ ട്രയലില്ലാതെ, വിചാരണയില്ലാതെ ആളുകൾ ജയിലുകളിൽ കിടക്കുന്നു. ഇങ്ങനെ ഒരിക്കലും നമ്മൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലത്ത് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതോ നമ്മളുടെ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും ഉണ്ടായിരുന്ന പലതരം അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതോ ആയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി, അതാണ് ഞാൻ ആർ രാജ ഒരു മലയാളി എന്ന നിലയ്ക്കും വളരെ പ്രശസ്തനായ ഹിന്ദുത്വ ഫാസിസത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന അത്തരത്തിലുള്ള തലക്കെട്ടുകൾ സൃഷ്ടിച്ച് ഈ പത്രത്തെ ഇന്ത്യയിലെ വായനക്കാരുടെ മുഴുവൻ ശ്രദ്ധ നേടിയെടുത്ത ഒരാളാണ് രാജഗോപാൽ. രാജഗോപാലിനെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആ പത്രം അവർ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത്
അദ്ദേഹം SIR-ൽ വന്നില്ല, ബംഗാളിലുള്ള അദ്ദേഹത്തിന്റെ വിലാസത്തിൽ അദ്ദേഹം വോട്ടർ പട്ടികയിലില്ല, വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കി തരില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വലിയ വിജിലൻസ് കാണിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാജഗോപാല് അദ്ദേഹം അങ്ങനത്തെ ഒരു പത്രക്കാരനാണ്, അല്പം പ്രശസ്തനാണ്. ഇവിടുന്ന് കേരള മുഖ്യമന്ത്രി കത്തെഴുതുന്നു, ഇടപെടുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് വളരെ സാധാരണക്കാരനായ ഒരാളുടെ കേസിൽ ഉണ്ടാവില്ല. അന്നേരം നമ്മൾ അതിൽ ഇടപെടുമോ? ഇതാണ് ചോദ്യം. അന്നേരം നമ്മൾ ഈ വിഷയം ഇങ്ങനെ മൈക്കും വെച്ച് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ചർച്ച നടത്തുകയോ സെമിനാർ നടത്തുകയോ അത് സംഘടിപ്പിക്കുകയോ ചെയ്യുന്ന സംഘടനകളും അതിലുൾപ്പെട്ട ആളുകളും ഒരു വളരെ സാധാരണക്കാരനായ ഒരാൾക്ക് വേണ്ടി, അയാളുടെ പൗരത്വ അവകാശത്തിന് വേണ്ടി, ഭരണഘടന അയാൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ അയാളെ കൂടെ നിൽക്കുമോ? അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഇനി മാറ്റുരച്ച് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ സെഷന് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചോദ്യം. നമ്മുടെ നാട് റെമിറ്റൻസ് കൊണ്ട് വളർന്ന നാടാണ്. നമ്മുടെ സാമ്പത്തികമായ വളർച്ച, നമ്മുടെ സ്റ്റാറ്റസ്, സാമൂഹികമായ വളർച്ചയൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ഈ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു CM സംസാരിക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചാണ്. ഇതൊരു വംശീയതയല്ലേ ശരിക്കും? അങ്ങനെ കൊണ്ട് മാത്രം, ഈ പ്രവാസം കൊണ്ട് മാത്രം വളർന്ന സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ വികാസം പ്രാപിച്ച ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വംശീയതയല്ലേ എന്ന് ഒരു ചോദ്യം. അത് വംശീയതയാണോ അല്ലയോ എന്നതിനേക്കാൾ കൂടുതലായി എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, അത് റിവേഴ്സ് റെമിറ്റൻസ് ആണോ എന്നുള്ളതാണ്. ഞാനൊരു സ്ഥലത്ത് പണിയെടുക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, കേരളത്തിലാവാം, കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ആവാം, ഞാൻ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ദിവസം ഞാൻ പണിയെടുത്താൽ ഇത്രയാണ് എൻ്റെ കൂലി, അല്ലെങ്കിൽ ഒരു മാസത്തെ എൻ്റെ ശമ്പളം ഇത്രയാണെന്ന് പറയുന്നു. ആ ശമ്പളം എനിക്ക് കിട്ടുന്നു. ആ ശമ്പളം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ ബംഗാളിൽ നിന്ന് വന്നവരോ ജാർഖണ്ഡിൽ നിന്ന് വന്നവരോ ബീഹാറിൽ നിന്ന് വന്നവരോ ഇവിടെ പണിയെടുക്കുന്നു. 800 രൂപ, 1000 രൂപ, 1200 രൂപ, 1500 രൂപ വരെ കിട്ടുന്നവരുണ്ട്. അതിൽ വളരെ മേസൺ, ഇതിലൊക്കെ വളരെ കഴിവുള്ള, വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന പൈസ ഇവരുടെ നാട്ടിലേക്ക് അയക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആണോ? ഇതാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ ഒരു പള്ളിയിലെ ഖത്തീബാണ്, ആ പള്ളി കമ്മിറ്റി നിങ്ങൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്, 1-ാം തീയതി ആ ശമ്പളം തരുന്നു, അത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അയച്ചു കൊടുക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആണെങ്കിൽ, ഈ ബീഹാറിൽ നിന്ന് വന്നവരും ബംഗാളിൽ നിന്ന് വന്നവരും ഒക്കെ അവരെ നാട്ടിലേക്ക് പൈസ അയക്കുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്. അപ്പൊ ബേസിക്കായി ഞാൻ എക്കണോമിക്സ് പഠിച്ച ഒരാളാണ്, കോളേജിൽ വലിയ എക്കണോമിസ്റ്റ് ആണെന്നല്ല, അതിന്റെ ഒരു അടിസ്ഥാനപരമായ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഇത് റിവേഴ്സ് റെമിറ്റൻസേ അല്ല. പണിയെടുത്ത പൈസ ഞാൻ എനിക്ക് സൗകര്യമുള്ളിടത്തേക്കാണ് അയക്കുക. പിന്നെ ഇവിടെ ഈ റിവേഴ്സ് റെമിറ്റൻസ് ഞങ്ങൾ പരിശോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ ആ റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ തന്നെ ചെലവഴിപ്പിക്കാൻ പറ്റുമോ? ഇതാണ്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം വളരെ പരിഹാസപൂർവ്വം നിയമസഭയിൽ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, മദ്യത്തിന്റെ കുറച്ച് പൈസ ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് വളരെ പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. ബാക്കിയൊന്നും ഇവിടെ കിട്ടുന്നില്ല, ഇവരാകെ കുറച്ച് ദാലും ഈ ചപ്പാത്തി പൊടിയെ വാങ്ങുള്ളൂ. അവർക്ക് വേണ്ടതാ വാങ്ങുക, അല്ലാതെ ബിരിയാണിന്റെ അരി ഒരു വാങ്ങണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ചോയ്സാണ്. ഇപ്പൊ ഞാൻ ഗൾഫിൽ 13 കൊല്ലം ബാച്ചിലർ പ്രവാസിയായി ജീവിച്ച ആളാണ്. 20 ആള് 24 ആളുള്ള റൂമിൽ ഈ ഷെയറിങ് കട്ടിലുകളിൽ ഇട്ട് അങ്ങനെ ജീവിച്ച ഒരാളാണ്. എനിക്ക് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അതായിരുന്നു. എനിക്ക് നാട്ടിൽ വീട് കെട്ടണമായിരുന്നു, കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ, അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരർത്ഥത്തിൽ ആ ജീവിതം അനിസ്ലാമികം കൂടിയാണ്. കാരണം പ്രവാചകന്റെ ചര്യയിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുറെ അധികം വീട്ടിൽ നിന്ന് വിട്ട് നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങാടിയിൽ വന്ന് ചോദിക്കണം, എൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് തർക്കമുണ്ട്, അത് പ്രബലമായ ഹദീസ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തിനാണ് നമ്മുടെ ആളുകൾ ഗൾഫിൽ പോയി ഈ ബാച്ചിലർ ജീവിതം 20-24 ആളുകളുള്ള മുറികളിൽ, ഒരു ടോയ്ലറ്റ് മാത്രമുള്ള മുറികളിൽ 24 ആളൊക്കെ ജീവിച്ചിരുന്നത്? കുറെ പേർക്ക് കട്ടിലുണ്ടാവും, കുറെ പേര് തറയിൽ വിരിച്ച് കിടക്കരും, അങ്ങനെയുള്ള ഒരു കാലം. അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ടാവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ എങ്ങനെയാണ് പ്രവാസി അയാൾ ചെന്ന് ചേർന്ന സ്ഥലത്ത് പണം ചെലവാക്കുന്നത്, അയാൾ അല്ലെങ്കിൽ അവൾ ചെലവാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുടുംബം കൂടെ ഉണ്ടെങ്കിലാണ് പണം അവിടെ ചെലവാക്കുക. സ്വാഭാവികമായിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില ആഹ്ലാദങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം, ഒരു പാർക്കിൽ പോകണം, അല്ലെങ്കിൽ കടൽ കാണാൻ പോകണം. അപ്പോൾ ബസ്സിൽ കയറി പോകും.
ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഈ പ്രിയദർശിനി സംഭവത്തിന് ശേഷം ഇവിടെ ഒരു വലിയ വിവാദം ഉയർന്നിട്ടുള്ളത് ഇവിടുത്തെ സ്വകാര്യ ബസ് സംരംഭം തകർന്നു എന്ന് ഇവിടെ അതിന്റെ മുതലാളിമാർ പറഞ്ഞു. ശരിയാണോന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറം ജില്ലയിൽ സ്ഥിരമായി ബസ്സുകളിൽ സഞ്ചരിക്കുന്ന ഒരാളെന്നല്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവിടുത്തെ ബസ് വ്യവസായത്തെ നിലനിർത്തുന്നത് അന്യദേശത്തു നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളാണ്. അവർ മാത്രമാണ് അതിൽ സഞ്ചരിക്കുന്നത്. അവരുടെ പൈസ കൊണ്ടാണ് ആ ഇൻഡസ്ട്രി തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിത് റിവേഴ്സ് റെമിറ്റൻസ് ആണെന്ന് പറയുമ്പോൾ സർക്കാരിനൊരു ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ അങ്ങനെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആൾക്കൊരു ബാധ്യതയുണ്ട്. ഇവരെ കൊണ്ട് എങ്ങനെ ഇവിടെ കൂടുതൽ ചെലവഴിപ്പിക്കാം എന്ന് വെച്ചാൽ ഇവർ കുടുംബങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഒരു മാറ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, SSLC റിസൾട്ടൊക്കെ വരുമ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികൾ, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് A+ കിട്ടി കലക്ടർമാർ അവരെ ആദരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ വരാറുണ്ട്. അതിനർത്ഥം കുടുംബമായിട്ട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അവരുമായിട്ട് സൗഹാർദ്ദത്തിലായി, അല്ലെങ്കിൽ ഇത് കുടുംബമായിട്ട് എനിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് അവർ തോന്നി. ഇപ്പം ഇവിടെ ഒരു 2010-12 ആ കാലത്ത് ഇവിടുത്തെ അന്യദേശ തൊഴിലാളികളെ കുറിച്ചൊരു പഠനം വന്നു. CS വെങ്കടേശൻ അടക്കമുള്ള നമ്മുടെ സെന്റർ ഫോർ ടാക്സ് സ്റ്റഡീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ഏജൻസിയാണ്, സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ആ പഠനം നടത്തിയത്. അപ്പോൾ ആ പഠനത്തിൽ അന്ന് അവർ പറഞ്ഞത് 25 മുതൽ 40 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ പിന്നെ ഗസ്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന അത്രയും പേര് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആ പഠനത്തിൽ അവർ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് മറ്റ് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളോട് അവർ ചോദിക്കുന്നുണ്ട്, മലയാളികൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അവരൊരിക്കലും ഞങ്ങളുടെ മുഖത്ത് നോക്കാറില്ല, ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അവര് എങ്ങനെ മലയാളിയെ വിശ്വാസത്തിലെടുക്കും? കുടുംബമായിട്ട് ഇവിടെ എങ്ങനെ വന്ന് കഴിയും? അപ്പൊ അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൂടുതൽ കുടുംബങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ അടുത്ത ചോദ്യം വരുന്നത്, ഈ കുട്ടികൾക്ക് പഠിക്കാൻ, ഈ പ്രത്യേകിച്ചും ഹിന്ദി മീഡിയം ആണ് അവർ വരുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെ ഹിന്ദി മീഡിയം സ്കൂളുകൾ തുടങ്ങാൻ കേരള സർക്കാർ തയ്യാറാകുമോ? അപ്പൊ നന്നായിട്ട് മലയാളം പറയുന്ന, മലയാളത്തിൽ പിന്നെ ഇപ്പൊ 10ാം ക്ലാസ്സിലെ മലയാളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്, ഇല്ലാന്നല്ല, അത് എക്സെപ്ഷൻസ് ആവാം. നാളെ ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ ഹിന്ദി മീഡിയത്തിൽ അവരെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഗൾഫിലെ സ്കൂളുകൾ എടുത്തു നോക്കുമ്പോൾ ആ സ്കൂളുകളിൽ മലയാളം എന്ന് പറയുന്ന ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മലയാളികളുടെ ഡിമാൻഡാണത്. മലയാളങ്ങൾ പഠിപ്പിക്കണം, ഒരു പേപ്പർ മലയാളം പഠിപ്പിക്കണം, ഞങ്ങളെ കുട്ടികളും മലയാളം പഠിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. ഇവർക്ക് അതേപോലെ ആഗ്രഹിച്ചോട്ടെ, ഞങ്ങളെ കുട്ടികൾ ബംഗാളി പഠിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികൾ ഹിന്ദി പഠിക്കണം, അല്ലെങ്കിൽ ബീഹാറി പഠിക്കണം, ജാർഖണ്ഡി പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ട്രക്ചറിനെ മാറ്റാൻ കേരള സർക്കാർ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ച് കരയുന്നതിൽ കാര്യമുള്ളൂ. അത് അങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഈ സംഭവം ഇവിടുത്തെ തന്നെ ഒരു റെമിറ്റൻസ് ആയിട്ട് മാറാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഇപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് ഒരു പത്രത്തിൽ ഒരു പരസ്യം വന്നു. ആ പരസ്യം എന്താന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരാളുടെ പരസ്യമാണ്. അപ്പൊ അയാൾ ഈ പരസ്യത്തിൽ പാചകക്കാരന് ആവശ്യമുണ്ടെന്നാണ് പരസ്യം. അപ്പൊ ആ പരസ്യത്തിൽ പറയുന്ന ഇതാണ്, മലബാർ അച്ചാറുകൾ, മലബാർ പപ്പടം പൊരിക്കാൻ അറിയുന്നവർ, അതുപോലെ പിന്നെ മലബാറിലെ കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കാൻ അറിയുന്നവർ, ഇങ്ങനെയുള്ള ഒരു പാചകക്കാരനെ വേണം എന്നാണ് പരസ്യം. സൗദി എന്നാണ് പരസ്യം. ആ പരസ്യം ചെയ്തിരിക്കുന്ന ആളൊരു സൗദി പൗരനാണ്. അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ ഒരു സൗദി പൗരന് കഞ്ഞിയും കൂട്ടാനും എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ്, അവര് 3-4 തലമുറ മുമ്പ് മലബാറിൽ നിന്ന് പോയി പിന്നീട് സൗദികളായി മാറിയ മലബാരി സൗദി കുടുംബത്തിന്റെ പരസ്യമാണിത്. അതിൽ ഒരു വല്യമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് നാട്ടിലെ രുചികൾ കിട്ടണം. അതാണ് ഈ റിവേഴ്സ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് ഇവിടെ നിന്ന് പോകുന്ന ആൾക്ക് കിട്ടുന്ന കൂലി റിവേഴ്സ് റെമിറ്റൻസ് ആണോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് റിവേഴ്സ് റെമിറ്റൻസ് ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മാത്രമേ ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആവുള്ളൂ. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടും, മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളെ വിടാം, കാരണം മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ നികുതി കൊടുക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇദി അമീന്റെ കാലത്ത് ഉഗാണ്ടയിൽ അവിടുന്ന് അവർക്ക് കിട്ടുന്ന സാലറിയുടെ 65% അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം, അവിടെ തന്നെ ചെലവഴിക്കണം എന്നുള്ള നിയമമുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് ഒരുപാട് ഇന്ത്യക്കാർ, അതൊരു വലിയ വംശീയ സംഘർഷമായിട്ട് മാറി അവിടെ നിന്ന് ഇന്ത്യക്കാർക്ക് കൂട്ടത്തോടെ പോരേണ്ടിയൊക്കെ വരുന്നത്.
ഗൾഫ് രാജ്യങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശിന് നിങ്ങൾ ഒരു 15% പിന്നെ ടാക്സ് ഇവിടെ അടക്കണം എന്നുള്ള ഒരു നിയമം വന്നാൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലം ബാക്കി ഉണ്ടാവുമോ? അതാണ് ചോദ്യം. ഈ മുഖ്യമന്ത്രിയോട് ഈ സംവാദത്തിൽ ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഇത് അവിടുന്ന് കിട്ടുന്ന പൈസ, അതായത് കേരളത്തിന്റെ ഓരോ വർഷത്തെ ബജറ്റിന്റെ 5 ഇരട്ടി പണമാണ് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇതിനൊക്കെ കണക്കുണ്ട്, ഇതൊന്നും കഥയല്ല, തമാശയല്ല. അല്ലെങ്കിൽ ഇതിനെല്ലാം കണക്കുകളുണ്ട്. ഇത് ഇവിടുത്തെ വലിയ എക്കണോമിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അവരിതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ റിമിറ്റൻസിന്റെ ഒരു ലെവല് ഗൾഫ് രാജ്യങ്ങൾ പറയാണ്, ഇവർ കണ്ടമാനം ഇവിടുന്ന് റിവേഴ്സ് റെമിറ്റൻസ് ആണ് ഗൾഫിൽ നടക്കുന്നത്, ഇവരങ്ങനെ പൈസ അയക്കണ്ട, ഇവര് ഇത്ര പൈസ ഇവിടെ 60% അവിടെ സ്പെൻഡ് ചെയ്യണം, ബാക്കി ഒരു 15% ഇവരുടെ ടാക്സും അടക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളം ബാക്കി ഉണ്ടാവില്ല. ഒരു 60-65 കൊല്ലം പിറകിലേക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പോകും. അപ്പൊ ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഇവരുടെ പണം പുറത്തേക്ക് പോകുന്നു എന്നത് ഒരു സമ്പദ്ഘടനയെ കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് ഉന്നയിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ പണം ഇവിടെ ചെലവഴിപ്പിക്കാൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? അവരെ കുടുംബത്തോടു കൂടി ഇവിടേക്ക് കൊണ്ടുവരാൻ അവർക്ക് അതിനുള്ളൊരു ധൈര്യം കൊടുക്കുന്ന സമീപനം നമുക്കുണ്ട്. കാരണം ആളുകൾ വർക്കിംഗ് സൈറ്റിലൊക്കെ അപകടത്തിൽ മരിക്കുന്ന ബംഗാളികളുടെയും ബീഹാറികളുടെയും ജാർഖണ്ഡുകളുടെയും മൃതദേഹങ്ങൾ നേരാവണ്ണം എത്തിച്ചു കൊടുക്കാൻ പോലുള്ള സംവിധാനം ചില കമ്പനികളൊക്കെ ഉണ്ട്, ചിലരൊക്കെ ചെയ്യുന്നത്. ചില കേസുകളിലൊക്കെ അവർ പണം പിരിച്ചിട്ടൊക്കെയാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത് പോലും. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള അഷുറൻസ് കൊടുക്കുക. ഇപ്പോൾ പണ്ടത്തെ അത് വളരെ വ്യത്യാസമായി. ഇവരിപ്പോൾ ലേബർ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു, ഹെൽത്ത് സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നു. കൂടുതൽ ഈ കമ്മ്യൂണിറ്റി കേരളത്തിൽ മലയാളികളോട് അടുത്ത് ജീവിക്കുകയാണ്. കാരണം നമ്മൾ ബേസിക്കലി വളരെ സൗഹാർദ്ദപൂർവ്വം ഇവരോട് പലപ്പോഴും പെരുമാറുന്നുണ്ട്. പക്ഷെ സ്റ്റേറ്റ് ഇവരോട് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറാൻ പാടില്ല. അവരെ ഇവിടെ നിലനിർത്താൻ, അവർ കുടുംബങ്ങളായിട്ട് ഇവിടെ വരാൻ പുതിയ ഒരു സംസ്കാരത്തിന്, കാരണം നമ്മൾ ഇത്രയും ആളുകൾ ഇവിടുന്ന് പോയത് കൊണ്ടാണ് ഈ ഇത്രയും പേർക്ക് ഇവിടെ വരാനും അവർക്ക് ഇവിടെ ജോലി ചെയ്യാനും കഴിഞ്ഞു. ഇനി അതിലൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എൻ്റെയൊക്കെ തലമുറയ്ക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, 80കളുടെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലേബേഴ്സായിരുന്നു. അന്ന് അവരാണ് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഒരു സമയത്ത് ഈ തമിഴ് ലേബേഴ്സ് അപ്രത്യക്ഷരായി. അവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. അതിനെക്കുറിച്ച് ഇവിടെ ആരും ഒന്നും പറയാറില്ല. എന്തുകൊണ്ടാണ് ആ തമിഴ് തൊഴിലാളികൾ തിരിച്ചു പോയത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തമിഴ്നാട്ടിൽ നിന്ന് അന്ന് ഇവിടെ വന്ന എല്ലാ ആളുകളുടെയും പ്രശ്നം, അവരുടെ സ്വന്തം ഗ്രാമങ്ങളിൽ വെള്ളമില്ലായിരുന്നു, കൃഷി ചെയ്യാൻ പറ്റില്ല, വെള്ളമില്ല, വരൾച്ചയാണ്. പല ഗ്രാമങ്ങളും അടച്ചിട്ടിട്ടാണ് അന്നത്തെ തൊഴിലാളികൾ ഇങ്ങോട്ട് വന്നത് 80കളുടെ തുടക്കത്തിൽ. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത്, അത് സത്യത്തിൽ ഈ തമിഴ്നാട് രാഷ്ട്രീയം പഠിക്കുന്നവർ വേണ്ട പോലെ പഠിക്കാത്തൊരു കാര്യമാണ്. കഴിയുന്ന എല്ലാ സ്ഥലത്തും വെള്ളത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന ഒരു തമിഴ്നാടിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നുള്ള വെള്ളം, ഏത് സ്ഥലത്തു നിന്നുള്ള വെള്ളത്തിന്റെ ഒരു തർക്കത്തിൽ, അതിൽ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ ജലതർക്കത്തിന്റെയും മുൻനിരയിൽ തമിഴ്നാടാണ്. അവരുടെ കേസ് ഓരോ തവണയും സുപ്രീം കോടതിയിൽ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. നമ്മൾ ഇവിടുന്ന് വിട്ട ആളുകളൊക്കെ നമ്മളെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് പരീക്ഷിച്ച് തോറ്റ് തിരിച്ചു വന്ന ചരിത്രം. ആ ജയിച്ച സമയത്ത് മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം എവിടുന്നൊക്കെ വെള്ളം കിട്ടാമോ, കർണാടകയിൽ നിന്ന് കിട്ടാവുന്ന വെള്ളം, ഈ വെള്ളം പല സ്ഥലങ്ങളിലും കനാലുകൾ ഉണ്ടാക്കി കനാലുകളിലൂടെ ഒഴുക്കി കൊണ്ടുപോയി പല ഗ്രാമങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 മാസമെങ്കിലും വെള്ളം കിട്ടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ വെള്ളം കിട്ടും, സ്വന്തം ഗ്രാമത്തിൽ വെള്ളം കിട്ടുന്നതായപ്പോഴാണ് ഈ തമിഴ് തൊഴിലാളികൾ തിരിച്ചു പോയത്. അപ്പൊ ബംഗാളി തൊഴിലാളിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു പ്രോമിസ് അവർക്കില്ല. അവിടെ ഒരു മാന്യമായി ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു പ്രോമിസ് കിട്ടുകയാണെങ്കിൽ അവർ തിരിച്ചു പോകും. എല്ലാവരും അവനവൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പ്രവാസത്തെ പോലെയുള്ള ഒരു സംഭവം, മൈഗ്രേഷൻ പോലെയുള്ള ഒരു സംഭവത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വംശീയത എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ, ഇത് നമ്മൾ ഈ വഴുക്കലുള്ള ഒരു വരമ്പിൽ നടക്കണമായിരിക്കും. നടന്ന് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും, ചിലപ്പം വഴുക്കി വീണു എന്ന് വരും. മൈഗ്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യമാണ് മനസ്സിലെപ്പോഴും വേണ്ടത്. നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഭൂപടങ്ങളില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയും അനേകം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സമയമില്ല. ഭൂപടങ്ങളില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് പ്രവാസികൾ. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഭരണകൂടം ചെയ്തു കൊടുത്ത് അവരോട്
കൂടെ നിൽക്കണം എന്ന് ഈ സെഷൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു.